കൂടെ നിക്കണം, ഞാൻ എല്ലാം പക്കാക്കി തരാം. ഛേ, ഈ വല്യച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ. എന്താ മനു, എന്താ ഇത്? പതുക്കെ, രഞ്ജു അപ്പുറത്തുണ്ട്. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്ന അവള് വന്ന് കയറിയത് കാരണം അഖിലയോടൊന്നും മിണ്ടാൻ പോലും ഇതിലേട്ടം കഴിഞ്ഞിട്ടില്ല. ഒരു പദ്ധതി ഞാൻ പ്ലാൻ ചെയ്തു. എന്താ അത്? അഖില വേഗം റെഡിയാവണം. നമ്മളൊരു ഔട്ടിങ്ങിന് പോകുന്നു. കുറച്ചകലെയാ, രാത്രിയിലേ മടങ്ങി വരും. അയ്യോ, രഞ്ജു ചേച്ചി എന്നെ തിരക്കിയ. അതൊക്കെ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ മാനേജ് ചെയ്തോളാം. അഖില ട്രീ ഹട്ടിൽ കയറിയിട്ടുണ്ട്. ഇല്ല. ഈ മരത്തിന്റെ മുകളിൽ കെട്ടിയുണ്ടാക്കിയ വീടാണ്. അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഇപ്പൊ ഇറങ്ങണ്ട, ഞാൻ ഫോൺ ചെയ്യുമ്പോ ഇറങ്ങി. ഓക്കെ? എവിടെയാ കറങ്ങി നടക്കുന്നത്? ഞാൻ റൂമിൽ ചെന്ന് നോക്കി. താനിതെങ്ങോട്ടാ കെട്ടി ഒരുങ്ങി? ഔട്ടിംഗ്. ഔട്ടിങ്ങോ? ആരുടെ കൂടെ? മനുവിന്റെ കൂടെ. ആ, കുറച്ച് അകലെന്നാ പറഞ്ഞേ. കിച്ചു ട്രീ ഹട്ടിൽ താമസിച്ചിട്ടുണ്ടോ? ഈ മരത്തിന്റെ മുകളിൽ കെട്ടിയുണ്ടാക്കിയ വീട്, അവിടെ ഞങ്ങൾ മടങ്ങി വരുമ്പോ രാത്രിയാവുന്നാ പറഞ്ഞ്. അയ്യോ, മനു ഇപ്പൊ വരും. രഞ്ജു ചേച്ചി അറിയാതെ പോന്ന്. ചേച്ചി എന്നെ തിരക്കിയ താൻ എന്തെങ്കിലും പറഞ്ഞു മാനേജ് ചെയ്തോളേ പ്ലീസ്. ചെയ്യാം, മാനേജ് ചെയ്യാം. മനസ്സാറ് വിളിക്കേണ്ട താമസം, ഇറങ്ങി പുറപ്പെടാം. നാണമില്ലല്ലോ എനിക്ക്. ചെല്ല്, എന്നിട്ടൊരു നല്ല പാര പണിത് വേഗം വാ. ഇതാരിത് ഈ നേരത്ത്? സമയത്ത് വിളിച്ചോണം. ഹലോ ഹലോ, മിസ്റ്റർ മാനവേന്ദ്രൻ. യെസ്, ഞാൻ ഇൻഡെക്സ് കേബിൾസിന്റെ MD കണ്ടത്തിൽ ജെയിംസ്. താങ്കൾ ഇപ്പോൾ പോണ്ടിച്ചേരിയിലുണ്ടെന്ന് ഓഫീസിൽ വിളിച്ചു പറഞ്ഞു. അതെ, ഞാനിപ്പോ പോണ്ടിച്ചേരിയിലാണ്. ഞാനും പോണ്ടിച്ചേരിയിലുണ്ട്. പുതിയ 1-2 ആഡിന്റെ ഓർഡറിനെ കുറിച്ച് താങ്കളുമായിട്ട് സംസാരിക്കാനുണ്ട്. ഞാനിത്ര തിരക്കിലാണ്. ആഫ്റ്റർനൂൺ ഫ്ലൈറ്റ് ഞാൻ ഡൽഹിയിലേക്ക് മടങ്ങും. അതിനുമുമ്പ് താങ്കളെ ഒന്ന് നേരിട്ട് കാണണം. ഞാനും കുറച്ച് തിരക്കിലാണ്, ഇന്ന് കാണാൻ സാധിക്കില്ല. അയ്യോ, അങ്ങനെ പറയരുത്. വേറെയും ക്ലയന്റ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് മിസ് ചെയ്ത നല്ലൊരു ലിങ്കാണ് നഷ്ടപ്പെടുന്നത്. ആയിക്കോട്ടെ, പക്ഷെ ഇന്ന് ഞാൻ ബിസിയാണ്. ഐ ആം സോറി. താങ്കൾ പോണ്ടിച്ചേരിയിലുണ്ടെന്ന് മിസ്റ്റർ നമ്പ്യാരാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. ഈ ഓർഡർ കമ്പനിക്ക് വേണമെന്ന് അദ്ദേഹമാണ് എന്നോട് റിക്വസ്റ്റ് ചെയ്തത്. താങ്കൾക്ക് താല്പര്യമില്ലെന്ന് ഞാൻ അദ്ദേഹത്തോട് വിളിച്ചു പറയാം. എന്നാ വെക്കട്ടെ. ഹലോ. യെസ്, ഹലോ. അല്ല, എവിടെയാ കാണേണ്ടത്? എവിടെ കാണുന്നു? ഗോബട്ട് അവന്യൂവിൽ സ്റ്റാച്യുവിന് മുമ്പിൽ കാണുന്നു പറ. അവിടെ കാണാം. ഗോബട്ട് അവന്യൂവിൽ സ്റ്റാച്യുവിന് മുമ്പിൽ കാണാം. ഓക്കെ, ഞങ്ങൾ അവിടെ എത്താം. പക്ഷേ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലല്ലോ, എങ്ങനെ തിരിച്ചറിയും? തിരിച്ചറിയാൻ ഒരു മിനിറ്റ്. അതെ, തിരിച്ചറിയാൻ ഒരു അടയാളം പറയാൻ. അടയാളോ? അടയാളം പറയാം. 2 കൈയിലും ഓരോ മാമ്പഴം പിടിച്ചോണ്ട് നിന്നാ മതി. ഓക്കെ. ഹലോ. മാമ്പഴോ? ഇതെന്തൊരു അടയാളം? ഇതൊക്കെ വട്ടാണോ? നമ്പ്യാരല്ലേ ഫ്രണ്ട്? ഈ കിച്ചു എവിടെ ഉണ്ട്? കിച്ചു, അത്യാവശ്യമായിട്ട് 2 മാമ്പഴം വേണം. എവിടെ കിട്ടും? ഈ നീലം മാമ്പഴമാണെങ്കിൽ സേലത്ത് പോകണം. ഇനി മൽഗോവയാണെങ്കിൽ ഗോവയിൽ. ഒന്നും വേണ്ട, 2 സാധാ മാമ്പഴം മാർക്കറ്റിൽ പോയി മേടിച്ചോണ്ട് അർജന്റാണ്. എന്തിനാ സാർ ഇപ്പൊ മാമ്പഴം? വേദനിക്കത്തില്ലേ? പറയുന്നത് അനുസരിച്ചാ മതി. കമോൺ ക്വിക്ക്. അങ്ങോട്ട് സ്വയം പാരയായി. അല്ലേലും നീ സ്വയം പാരയാണല്ലോ. ഇനി എന്നെ നിരപരാധിയാക്ക്. നിന്നെ Index cables. I don't want. I'm at. നോക്കൂ, അടയാളം. അടയാളം. എന്നടാ ഇത്? പാമ്പാ? ബോംബാ? ഇത് മാങ്ങ. മാങ്ങവാ? കുടിയിടാവനെ. ഇൻഡസ് കേബിൾസ്, ഈ കണ്ടത്തിൽ ജെയിംസ്. അല്ല, ഔട്ടിങ്ങിന് പോയ ആൾ ഇവിടെ ഒറ്റയ്ക്കിരിക്കുകയാണോ? എന്തുപറ്റി? വരാന്ന് പറഞ്ഞ ആള് മുങ്ങിയോ? മുങ്ങിയെങ്ക് മുങ്ങട്ടെ, അതിന് ഇയാക്കെന്താ? എനിക്കൊന്നുമില്ല. ആ ട്രീ ഹട്ടിലെ താമസം കൈവിട്ടു പോയതുകൊണ്ട് പറഞ്ഞതാ. അല്ലല്ലോ മനസ്സാർ ഇങ്ങനെയാ പറഞ്ഞു പറ്റിക്കും. എവിടെയെങ്കിലും കാത്തിരിക്കാൻ പറഞ്ഞിട്ട്
പുള്ളി അങ്ങ് മുങ്ങും. എന്നിട്ട് കമ്പനി തരാൻ എന്നോട് പറയും. എനിക്ക് ആരുടെയും കമ്പനി ഒന്നും വേണ്ട. പക്ഷെ എനിക്ക് വേണമല്ലോ. ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നു. വാ നമുക്കൊന്ന് കറങ്ങിട്ട് വരാം. വാടോ. ഒന്ന് ചിരിക്കടോ. ഒന്നുമില്ലല്ലോ, ഞാൻ തന്നെ കെട്ടിയോനല്ലേ. ആ ചിരി വരുന്നുണ്ടല്ലോ. അപ്പൊ കമ്പനിക്ക് റെഡിയാണെന്ന് അർത്ഥം. വാ. ആ, yeah.